കുറച്ചൊന്ന് സൈഡിലൊക്കെ മാറിയേക്കണേ, കുറച്ച് സൈഡ്. ഒരു തേരോടിക്കാൻ വേണ്ടി മന്ത്രി MP രാജേഷ് വരുന്നുണ്ട്. LDFന്റെ ഒരു തേരോട്ടമാണ് പാലക്കാട്ട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായി. തേരോടി. UDFന് എന്തെന്നാണ് ചെയ്യാൻ പോകുന്നത് സഖാവേ? UDFനെ കടപുഴക്കി കടലിലെറിയും പാലക്കാട്ടെ വോട്ടർമാർ. റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. എന്നിട്ട് എറിഞ്ഞോ? എറിയാൻ നോക്കുമ്പോ പാലക്കാട് കടലില്ല. ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇത്രയും കോൺഫിഡൻസ് കൊടുത്തന്നാ ഇതാ ഇവറാണ്. ഞങ്ങൾ ഈ മണ്ഡലം ജയിച്ചിരിക്കും, ഞങ്ങൾ ഈ മണ്ഡലം പിടിച്ചെടുക്കും ഇത്തവണ. ചെറിയ 2 തരംഗങ്ങൾ വരുന്നുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 2 തരംഗങ്ങളാണ് പാലക്കാട്ട് അലയടിക്കുന്നത്. ഒന്ന് സരിൻ അനുകൂല തരംഗമാണ്. രണ്ടാമത്തേത് അത് വേവ്, സരിൻ വേവ് പാലക്കാടിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? 2ാം സ്ഥാനത്തെത്താൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു കടുത്ത രാഷ്ട്രീയ മത്സരമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഉയർത്തിക്കൊണ്ടാന്ന് കേട്ടോ, പക്ഷെ 3ാമത് തന്നെ ആയി. സഖാവെ ഇപ്പൊ എന്ത് തരംഗമാണ് അലയടിക്കുന്നത്? എന്തോ ഒരു ശബ്ദം കേൾക്കണ്ട, അതാ ചോദിച്ചു. ഒരു നിശബ്ദമായ തരംഗം അലയടിക്കുകയാണ്. ഇപ്പൊ എന്താണ് ഇങ്ങക്ക് ഉറപ്പായേ? ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചു. 21 കിട്ടിയതിനേക്കാൾ കൂടുതലാണ്, 6 മാസം മുമ്പ് കിട്ടിയതിനേക്കാൾ കൂടുതലാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2ാം സ്ഥാനത്തിന്റെ തൊട്ടടുത്തെത്തി എന്നതാണ്.